ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഈ കമ്മീഷണർ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, പിന്നീട് അദ്ദേഹം നൽകിയ സ്റ്റേറ്റ്മെന്റിൽ പത്രക്കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിലെ വ്യത്യാസം എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഒഴിവാക്കിയത്? ഈ വാർത്താക്കുറിപ്പ് വളരെ വിശദമായ അരമണിക്കൂറോളം നടത്തിയ വാർത്താക്കുറിപ്പായിരുന്നു. അതിൽ ഈ വാഹനം ഇത്തരത്തിൽ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടീം, അവരെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതെന്നും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിൽ 200-ലധികം കാറുകൾ കേരളത്തിലേക്ക് മാത്രം ഇവർ കടത്തിയിട്ടുണ്ടെന്നുമൊക്കെയാണ് പറഞ്ഞത്. അതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അത് അടിസ്ഥാനരഹിതമാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ തീവ്രവാദ ബന്ധത്തിന് ഉപയോഗിക്കുന്നുണ്ടടക്കമുള്ള അത്തരം കാര്യങ്ങൾ സംശയമുണ്ട്, അല്ലെങ്കിൽ തീവ്രവാദ ഫണ്ടിങ് ഇതിന് പുറകിലുണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അത് അത്തരത്തിലൊരു സംശയവും നിലവിൽ കേന്ദ്ര ഇന്റലിജൻസോ അല്ലെങ്കിൽ രഹസ്യാന്വേഷണം അവരൊന്നും തന്നെ അവർ നേരത്തെ പിന്നീട് നൽകിയ വാർത്താക്കുറിപ്പിൽ ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ, അതല്ലാതെ ഒഴിവാക്കിയോ? വാർത്താക്കുറിപ്പിൽ ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. ഇന്നലെ നടന്ന കാര്യങ്ങളും ഒപ്പം ഈ ആരൊക്കെയാണ് ഇതിനോട് സഹകരിച്ചത്, ATS തീവ്രവാദ വിരുദ്ധ സേന സഹകരിച്ചു, മോട്ടോർ വാഹന വകുപ്പ് സഹകരിച്ചു, പിന്നെ എവിടേക്കാണ് പരിശോധന നടന്നത്, എത്ര വാഹനങ്ങൾ പിടിച്ചെടുത്തു തുടങ്ങിയ വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് പത്രക്കുറിപ്പിലുള്ളത്. വിശദമായ വാർത്താ സമ്മേളനം നടത്തിയതിൽ പറഞ്ഞതിൽ ഭൂരിഭാഗം കാര്യങ്ങളും ഈ വാർത്താക്കുറിപ്പിൽ മാധ്യമങ്ങൾക്ക് രണ്ടാമതാണ്. ആദ്യം ഒരു വാർത്താക്കുറിപ്പ് കൊണ്ടുവന്നിരുന്നു, പക്ഷേ അത് മാധ്യമങ്ങൾക്ക് നൽകിയില്ല. പിന്നീട് അത് തിരുത്തി മറ്റൊരു വാർത്താക്കുറിപ്പ് അതേസമയം തന്നെ ഈ പ്രസ് മീറ്റ് അവസാനിച്ച് പിന്നീട് മാധ്യമങ്ങൾ കാത്തുനിന്ന ശേഷം വീണ്ടും ഇത് മുഴുവൻ ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്ത് മാധ്യമങ്ങൾക്ക് നൽകുകയായിരുന്നു ചെയ്തത്. ആദ്യം കൊണ്ടുവന്നിരുന്നതിൽ മുഴുവൻ തിരുത്തലുകൾ വരുത്തി മറ്റൊരു വാർത്താക്കുറിപ്പാണ് മാധ്യമങ്ങൾക്ക് നൽകിയത്. അതിൽ ഇദ്ദേഹം പറഞ്ഞ ഭൂരിഭാഗം കാര്യങ്ങളും ഇല്ലായിരുന്നു. അതിനൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെടൽ മൂലം തന്നെയാകാം ഇത്തരത്തിൽ വാർത്താക്കുറിപ്പിൽ മാറ്റം കൊണ്ടുവരേണ്ടി വന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും അദ്ദേഹം പറഞ്ഞ ഭൂരിഭാഗം കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത്, ലഹരിക്കടത്ത്, അല്ലെങ്കിൽ തീവ്രവാദ ഫണ്ടിങ്, തീവ്രവാദ ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ വാർത്താക്കുറിപ്പിലില്ല. അദ്ദേഹം പറഞ്ഞ ഈ GST തട്ടിപ്പടക്കമുള്ള ചില കാര്യങ്ങൾ വാർത്താക്കുറിപ്പിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്.